പറയുന്നത് നിങ്ങൾ കേട്ടോ? നീ പറയുന്നതും ഈ ചോറും കൂടി ഒന്നിച്ച് കഴിച്ചാ എനിക്ക് ദഹനക്കേട് പിടിക്കും. ഓ, അപ്പൊ ഞാൻ ഇത്ര നേരം നാക്കിട്ടടിച്ചത് വെറുതെ. അല്ലാതെ മിക്കവാറും അങ്ങനെയാണല്ലോ. എങ്കിൽ ഇനി ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്ക് ദഹിച്ചാലും ഇല്ലെങ്കിലും പറഞ്ഞോളൂ. നിങ്ങളുടെ അളിയൻ ഒരാളുണ്ടല്ലോ, ആ കറണ്ട് തങ്കപ്പൻ, കള്ളുകൂടിയൻ. പതിവ് പോലെ ഇന്ന് വൈകുന്നേരം കടയിൽ വന്നു. അപ്പോ ഞാൻ എവിടെയായിരുന്നു? നിങ്ങൾ ആ കാശിന്റെ കാര്യത്തിന് പൗലോസിനെ കാണാൻ പോയിരുന്ന സമയത്ത്. ഓ, അത് ശരി. അപ്പൊ ഞാനും മോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അളിയൻ എന്ത് പറഞ്ഞു? സ്ഥിരം പറയാറുള്ളത് തന്നെ, പെങ്ങക്ക് കൊടുക്കാനുള്ള കാശ് തട്ടിയെടുത്ത അത്രേ കട തുടങ്ങിയതെന്ന്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. കെട്ടിച്ചയക്കാൻ പ്രായമായ ഒരു പെണ്ണ് ഇവിടെ ഉണ്ട്, അത് ഓർമ്മ വേണം. കണ്ട കള്ളുകുടിമാരൊക്കെ കേറി വന്ന് വായി തോന്നിയത് പറഞ്ഞാലേ അത് നടക്കില്ല. അളിയൻ ഇത്രയും പറഞ്ഞിട്ടും നീ ഒന്നും തിരിച്ചു പറഞ്ഞില്ലേ ജാനു? എന്റെ വീട്ടിലെ, അതായത് ജാതിമൂട് ഹൗസിലെ സ്ത്രീകൾക്ക് കള്ളുകുടിമാരോട് സംസാരിച്ച് പരിചയമില്ല. ഇങ്ങനെയല്ലേ ആൾക്കാരുമായിട്ട് പരിചയപ്പെടുന്നത്? നിങ്ങളുടെ പെങ്ങളും ചേർന്നോണ്ടാണ് ഈ പണി. അവക്ക് 2 പെമ്മക്കളാണെന്ന് ഓർക്കണം. ഞാനിത് കുറെ കേട്ടതല്ലേ, നീ അങ്ങ് വിട്ടുകള ജാനു. എന്ത് പറഞ്ഞാലും പെങ്ങളുടെ പക്ഷത്താ, ഞാൻ പറഞ്ഞതിന് ഒരു വിലയില്ല. മോളെ, നീ ഇന്ന് വക്കീൽ ഓഫീസിൽ പോയില്ലേ? അടുത്ത് തന്നെ അച്ഛനൊരു കേസ് വേണ്ടി വരുമെന്ന് വക്കീലിനോട് പറഞ്ഞേര്. എന്താ? വിവാഹമോചന കേസ്.